കലാകാരന്മാരുടെ ശത്രുക്കൾ എന്ന് നമ്മൾ ചോദിച്ചാൽ സ്വാഭാവികമായി പറയുന്ന ഒരു മറുപടി കലാകാരന്മാർ തന്നെയാണ് കലാകാരന്മാരുടെ ശത്രുക്കൾ എന്നാണ്. എന്നാൽ ശരിക്കും അങ്ങനെയല്ല. സത്യം എന്തെന്നാൽ കലാകാരന്മാരെ അതിവിദഗ്ധമായി ഉപയോഗിക്കുകയും ഉപയോഗശേഷം പുറത്തേക്ക് വലിച്ചെറിയുകയും ചെയ്യുന്ന ഒരു സംവിധാനം, ഒരു കൂട്ടം ആളുകൾ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. ഇവിടെ ഏത് സമ്മേളനങ്ങൾ വിജയിക്കണമെങ്കിലും ഏത് പ്രസ്ഥാനങ്ങൾ വിജയിക്കണമെങ്കിലും കലാകാരന്മാരുടെ ഒരു കയ്യൊപ്പ് അല്ലെങ്കിൽ കലാകാരന്മാരുടെ ഒരു പ്രസൻസ് അതിനാവശ്യമാണ്. ഉദാഹരണം, നമ്മുടെ ഇലക്ഷൻ തന്നെ എടുക്കാം. ഇലക്ഷൻ വിജയിക്കണമെങ്കിൽ കലാകാരന്മാർ ഉണ്ടാകണം എന്ന് പറയണം. കാരണം ഇലക്ഷൻ്റെ ഓരോ പ്രചരണത്തിലും ഒരു കലാകാരൻ്റെ കയ്യൊപ്പ് നമുക്ക് കാണാൻ കഴിയും. പക്ഷേ ഇലക്ഷൻ കഴിഞ്ഞാലോ കലാകാരന്മാർ ഈ വിജയിച്ചവരുടെ മുന്നിൽ ചെറിയ ചെറിയ വർക്കുകൾക്കും ചെറിയ ചെറിയ ആവശ്യങ്ങൾക്ക് വേണ്ടി കൈനീട്ടുന്ന പ്രവണതയാണ് നമ്മൾ കണ്ടുവരുന്നത്. അതിന് മാറ്റം ഉണ്ടാകണം. കാരണം കലാകാരനെ അംഗീകരിക്കുന്ന ഒരു നാട്ടിൽ മാത്രമേ സംസ്കാരം നിലനിൽക്കൂ, അല്ലെങ്കിൽ സാംസ്കാരികമായ ഒരു ജനത ഉണ്ടാവൂ എന്ന കാര്യം ആരും സ്മരിക്കേണ്ടതില്ല. അതുകൊണ്ട് കലാകാരന്മാരെ അംഗീകരിക്കുന്ന ഒരു സമൂഹത്തിനായി നമുക്ക് പ്രയത്നിക്കാം.